എല്ലാവർക്കും കിങ്ങിണീസ് വ്ലോഗിലോട്ട് സ്വാഗതം. എന്നും പറയണ പോലെ തന്നെ ഞാൻ ഇന്നും പറയണ്, എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല. കാരണം എനിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നു. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ വീഡിയോ ഒന്നും പിടിക്കണില്ലേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വയ്യാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അസുഖത്തിനൊക്കെ കുറവുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും വീഡിയോ പിടിക്കാമെന്ന് ഓർത്ത് ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഒന്നുകൂടി ഞാൻ പറയണം കേട്ടാ, എനിക്ക് വേണ്ടി ഒരു ലൈക്ക് അടിക്കണേ, ഒരു ഷെയർ ചെയ്യണേ, ഒരു കമൻറ്റ് ചെയ്യണേ, ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടത്താറുണ്ട് അല്ലേ. 5 വർഷം കൂടുമ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. അതിൽ ഒരു ഒരു സ്ഥാനാർത്ഥിനെ നമ്മൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് നമ്മൾ സമൂഹത്തിലോട്ട് വിടും. ആ വാർഡിൽ അതൊരു മെമ്പറായി വന്നു കഴിയുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ആളാണ് ആ മെമ്പർ. അപ്പോൾ ഞാൻ 2-3 മെമ്പർമാരെ പരിചയപ്പെട്ടു. അതിൽ ഒരു മെമ്പർ എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങളും പറഞ്ഞു ചെല്ലുമ്പോൾ ആ മെമ്പർ പറയും, ഇപ്പം സമയമില്ല, പിന്നെ ആവട്ടെ, ഇപ്പം പോ എന്ന് പറയും. പിന്നെ ആ മെമ്പറോട് തന്നെ നമ്മൾ പിറ്റേന്ന് ചെല്ലുകയാണ് ആ ആവശ്യവും പറഞ്ഞു. അപ്പോൾ പറയും, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് എന്ന് പറയും. അപ്പം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നും. കാരണം ഇവരെയാണോ നമ്മൾ സമൂഹത്തിലോട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ നാടിന് വേണ്ടി കൊടുത്തത് എന്ന് എൻ്റെ മനസ്സിനോട് പലവട്ടം ഞാൻ ചോദിച്ചു. പക്ഷേ ആ മെമ്പർ 5 വർഷം തികച്ച് ആ പഞ്ചായത്തിൽ ഭരിച്ചിട്ടില്ല. സത്യമാണ്. കാരണം അവരിടക്ക് വെച്ച് ആ മെമ്പർ സ്ഥാനം ഒഴിവായി പോകേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള മെമ്പറെ എല്ലാം നമ്മൾ വിജയിപ്പിച്ച് വിടേണ്ടത്. ഈ അടുത്ത കാലത്ത് ഞാൻ വേറൊരു മെമ്പറെ പരിചയപ്പെട്ടു. പക്ഷേ ആ മെമ്പർ ആ വാർഡിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് കിട്ടുന്ന സമയം അത്രയും അവർ ആ വാർഡിന് വേണ്ടി പരിശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അത് വലിയവരെന്നില്ല, ചെറിയവരെന്നില്ല, ഒന്നുമല്ലാതെ അവർ എല്ലാവരും ഒരുപോലെ കണ്ട് അവർ പരിശ്രമിച്ച ഒരു വനിതേനെയാണ് ഞാൻ കണ്ടത്. കാരണം അപ്പം അവരെ ആയിരിക്കണം നമ്മൾ നാളെ ഇതുപോലെ സമൂഹത്തിലോട്ട് വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവരാവണം നമ്മുടെ നാടിന് വേണ്ടി വേണ്ടതെന്നാണ് എൻ്റെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹവും. അതുകൊണ്ട് ഞാൻ പറയണ, അങ്ങനെയുള്ള വനിതകളാവട്ടെ, പുരുഷന്മാരാവട്ടെ, ആരുമാവട്ടെ, അങ്ങനെ നല്ല ആൾക്കാരെ വേണം നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ പറയണേ, എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.